നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിൻലി കവർ ചെയ്യാൻ പോകുന്നത് ടീംസിനെ പറ്റിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ടീംസിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന് പേഴ്സണൽ വേർഷന്, രണ്ടാമത് ബിസിനസ് അല്ലെങ്കിൽ വർക്ക് വേർഷനാണ് നമുക്കുള്ളത്. നമ്മൾ ഡൗൺലോഡ് ടീംസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ഇപ്പോൾ ഇത് ബിങ്കിലാണ് സെർച്ച് ചെയ്തേക്കുന്നത്, ഇതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസോഫ്റ്റ് തന്നെ ഡൗൺലോഡ് മൈക്രോസോഫ്റ്റ് ടീംസ് ഡെസ്ക്ടോപ്പ് ആൻഡ് മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് കിട്ടും. മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ വെബ്സൈറ്റാണത്. അതിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടീംസിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അന്നേരം നമ്മൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഡൗൺലോഡ് ചെയ്യേണ്ടത് ടീംസിൻ്റെ ബിസിനസ് വേർഷനാണ്. അതായത് ടീംസ് ഫോർ വർക്ക് ഓർ സ്കൂൾ എന്ന് പറഞ്ഞ ഈ ഒരു വേർഷനാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ടീംസ് ഫോർ ഹോം ഓർ സ്മോൾ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് നമുക്ക് പേഴ്സണലായിട്ടുള്ള മെസ്സേജുകൾ അയക്കാനൊക്കെയാണ്. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടാവത്തില്ല. ടീംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരത്തില്ല. ചാറ്റും നോട്ടിഫിക്കേഷനും കോളും ഒക്കെ കാണത്തുള്ളൂ അതിൽ. അപ്പം നമുക്ക് വേണ്ടത് ഈ ഒരു ഓപ്ഷനാണ്. അത് ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സാധാരണ ഇൻസ്റ്റലേഷൻ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടീംസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ഈ ഒരു ടീംസിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും വേണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 365 മൈക്രോസോഫ്റ്റ് 365 അഡ്മിൻ സെൻറ്ററിൽ പോയിട്ട് ആ ഒരു പർട്ടിക്കുലർ യൂസറിന് ആ ഒരു ലൈസൻസ്, ടീംസിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ടീംസിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു യൂസറിനെ കാണിച്ചു തരാം, ശ്രീജിത്ത് എന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലൈസൻസ് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇൻ കേസ് എക്സിസ്റ്റിംഗ് യൂസർ ആണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഏതാണോ ആ ഒരു ലൈസൻസ് അസൈൻ ചെയ്യാം. ജനറലി നമുക്ക് മൈക്രോസോഫ്റ്റ് 365 ബിസിനസ്, പ്രീമിയം അല്ലെങ്കിൽ ഇത് മാറും, എൻ്റർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ് മാറും ലൈസൻസ് ടൈപ്പ് അനുസരിച്ച്. അപ്പം അതിൻ്റെ ഒരു ലൈസൻസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ഇവിടെ ആപ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലൈസൻസിനകത്ത് എന്തോ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഓൾ ലൈസൻസ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. 365 ബിസിനസ് പ്രീമിയത്തിൻ്റെയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അന്നേരം അതിൽ ടീംസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണും. അപ്പം മൈക്രോസോഫ്റ്റ് ടീംസിൻ്റെ ആ ഒരു ഈ ഒരു ലൈസൻസ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടീംസിൽ ആ യൂസറിന് ലോഗിൻ ചെയ്യാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ടീംസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ലൈസൻസ് ഉണ്ടെന്നുള്ള കാര്യം ഫസ്റ്റ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക. ഇനി വൺസ് ഇത് കഴിഞ്ഞതിന് ശേഷം ആളിന് ഇവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആ ആളിന് അസൈൻ ചെയ്തിട്ടുള്ള ടീംസ് ഏതൊക്കെയാണോ അതിവിടെ ലിസ്റ്റ് ആകും. അപ്പോൾ ഇങ്ങനെയാണ് ജനറലി നമ്മൾ ഒരു ടീംസിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടീംസിൻ്റെ അകത്ത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ടീംസിൻ്റെ അഡ്മിൻ സെൻറ്റർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ അകത്ത് ചാറ്റ് ചെയ്യുന്ന അടക്കം നമുക്ക് ഇവിടെ ക്രിയേറ്റ് എ ജോയിൻ ടീമുണ്ട്. ഇങ്ങനെയുള്ള മിക്കവാറുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ടീംസ് അഡ്മിൻ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. നമ്മളിവിടെ നമ്മൾ ജസ്റ്റ് ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ്. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ഓരോ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് ചാനൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ടീംസ്, ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ എടുത്താൽ സെയിൽസ് _ ടീം എന്നാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇത് മൈക്രോസോഫ്റ്റിൻ്റെ നമ്മളുടെ മൈക്രോസോഫ്റ്റിൻ്റെ 365 അഡ്മിൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടീംസ് ആൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് അവിടെ കാണാൻ പറ്റും. ഇത് കണ്ടോ, സെയിൽസ് ടീം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിനിവിടെ ടീംസിൻ്റെ ഒരു ഐക്കണുണ്ട്. അതിനർത്ഥം ഈ ഒരു ഗ്രൂപ്പിൽ ടീം എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ നമ്മൾ ഏതൊരു ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും അതിലൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, ക്രിയേറ്റ് എ ടീം ഫോർ ദിസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടീംസിൻ്റെ ഗ്രൂപ്പ് അവിടെ ക്രിയേറ്റ് ആയി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിനകത്ത് മെമ്പർഷിപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇതിന് ഇമെയിൽ ID ഒക്കെ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ആരൊക്കെയാണ് ഓണർ, ആരൊക്കെയാണ് മെമ്പർ എന്നുള്ളതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും.
പിന്നെ ഇതിനകത്ത് ചാനൽസ് ഉണ്ട്. ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ടോപ്പിക്ക് വൈസിൽ നമുക്ക് ഓരോ ഡിസ്കഷനൊക്കെ ചെയ്യാനായിട്ടാണ് ചാനൽസ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ജനറൽ എന്ന് പറഞ്ഞ ചാനൽ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളതായിരിക്കും. ഇത് ഒരു ടീം ക്രിയേറ്റ് ചെയ്താൽ മിനിമം ഒരു ചാനൽ ഉണ്ടായിരിക്കണം. അപ്പം ഇത് ജനറൽ എന്ന് പറഞ്ഞ ചാനലായിരിക്കും നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിനകത്ത് എല്ലാവർക്കും ആക്സസ് ഉണ്ടായിരിക്കും. നമുക്ക് പുതിയ ചാനൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ടീംസിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ മാനേജ് കൊടുത്തു കഴിഞ്ഞാൽ മാനേജ് ടീം കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സെയിം ഇൻഫർമേഷൻ നമ്മൾ അഡ്മിൻ സെൻറ്ററിൽ കണ്ട അതേ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ജോയിൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ പെൻഡിങ് റിക്വസ്റ്റ്. ഇവിടെ ചാനൽസ് ഉണ്ട്. ഈ ഒരു ചാനൽസിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ ചാനൽസ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എന്താണ് ഈ ഒരു ചാനൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ജനറൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനുള്ള എല്ലാവർക്കും ഇതിനകത്ത് ആക്സസ് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ടോപ്പിക്ക് വേണം. ഇപ്പോൾ ഒരു സെയിൽസിൻ്റെ തന്നെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സെയിൽസ് ടീം കേരള എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അപ്പോൾ അവരുടെ ഡേറ്റയോ അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്യുന്ന ചാറ്റുകളോ കാര്യങ്ങളോ ഒന്നും മറ്റുള്ള ആൾക്കാർ കാണണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പ്രൈവറ്റ് ചാനലാക്കി മാറ്റാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേറെ ചാനൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ എല്ലാം ഇതിപ്പം സെയിൽസ് കേരള എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടോപ്പിക് വൈസിൽ നമുക്കിവിടെ ചാനൽസ് ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് ആ ഒരു സ്പെസിഫിക് ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ കമ്പനികളിലും ഇങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു ടീം ക്രിയേറ്റ് ചെയ്തതിൻ്റെ ബേസിസിലായിരിക്കും ചാനൽസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആഡ് ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കിട്ടും. ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചാനൽ നെയിം കൊടുക്കണം. എന്നിട്ട് ഇവിടെ പ്രൈവസി കണ്ടോ, ഈ ഒരു പ്രൈവസി നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് പ്രൈവറ്റ്, സ്റ്റാൻഡേർഡ്, പിന്നെ ഷെയർഡ്. അപ്പം ഇവിടെ സ്റ്റാൻഡേർഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ജനറൽ ചാനൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ടീമിൻ്റെ അകത്തുള്ള എല്ലാ മെമ്പേഴ്സിനും ഇതിൻ്റെ അകത്ത് ആക്സസ് ഉണ്ടായിരിക്കും. പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇൻവൈറ്റ് ചെയ്യുന്നത് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് ആക്സസ് ഉണ്ടായിരിക്കത്തുള്ളൂ. മറ്റാൾക്ക് ഇങ്ങനൊരു ടീം ഉണ്ടെന്നറിയാം, പക്ഷേ അല്ലെങ്കിൽ ഇങ്ങനെ ചാനൽ ഉണ്ടെന്നറിയാം, പക്ഷേ അതിൽ അവർക്ക് ആക്സസ് ഉണ്ടായിരിക്കത്തില്ല. നമ്മുടെ ഈ ഒരു ഷെയർഡ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ അകത്തോ അല്ലെങ്കിൽ അതിന് പുറത്തുള്ള ആൾക്കാർക്കോ ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനലാണിത് ഷെയർഡ്. പക്ഷേ ഷെയർഡിൻ്റെ അകത്ത് ഗസ്റ്റ് യൂസേഴ്സിന് നമുക്ക് ആഡ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ആൾക്കാരെ നമ്മളിവിടെ ചൂസ് ചെയ്യണം. പ്രൈവറ്റിൻ്റെ അകത്തൊക്കെ നമുക്ക് ഗസ്റ്റ് യൂസേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡിലും പറ്റും. അപ്പോൾ ഇതാണ് ഇതിന് തമ്മിലുള്ളൊരു വ്യത്യാസം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്താൽ മതി, ആഡ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ആ ഒരു ചാനൽ അവിടെ ഡിസ്പ്ലേ ആവും. ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ടീം ഒരിക്കലും അന്നേരം തന്നെ അപ്പിയർ ആവണമെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും ആ സമയം തന്നെ ആക്സസ് ആവണമെന്നോ നിർബന്ധമില്ല. അത് ഇച്ചിരി സമയം എടുക്കും. അറ്റ്ലീസ്റ്റ് 24 മണിക്കൂറാണ് മൈക്രോസോഫ്റ്റ് പറയുന്നത് ഒരു ഇങ്ങനെയുള്ളൊരു ചാനൽ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവൈലബിൾ ആകാൻ, 100% അവൈലബിൾ ആകാൻ എന്നാണ് പറയുന്നത്. പക്ഷേ ജനറലി അത്രയും സമയം എടുക്കാറില്ല. 1 മണിക്കൂറൊക്കെ മാക്സിമം, അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂർ, അതിനുള്ളിൽ നമുക്ക് ആ ഒരു ചാനൽ ആക്സസ് ചെയ്യുകയോ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ഇതിൻ്റെ അകത്ത് സെറ്റിങ്സ് ആണ്. ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ചാനലിൽ റിലേറ്റഡ് ആയിട്ടുള്ള, ഈ ചാനലിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഈ ചാനലിൽ എങ്ങനെ മോഡിഫൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെറ്റിങ്സിൽ വരുന്നത്. ഇതെല്ലാം നമുക്ക് ടീംസിൻ്റെ അഡ്മിൻ സെൻറ്ററിൽ നമുക്കിത് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യാൻ പറ്റും. ഇവിടെ ടീംസിൻ്റെ പിക്ചർ നമുക്ക് കൊടുക്കാം, ഇവിടെ ഒരു പിക്ചർ കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് പിക്ചർ കാണിക്കാനായിട്ട്. അതുപോലെ മെമ്പേഴ്സിനൊക്കെ എന്തൊക്കെ പെർമിഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് അവർക്ക് ഈ ചാനലിനകത്തുള്ള മെമ്പേഴ്സിന് എന്തൊക്കെ പെർമിഷൻസ് ആണുള്ളതെന്നുള്ളത് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ പെർമിഷനാണോ അതെല്ലാം നമുക്ക് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പെർമിഷൻസ് അവർക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഗസ്റ്റ്, നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് ഗസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ പെർമിഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഗസ്റ്റിൻ്റെ പെർമിഷൻസും കാര്യങ്ങളെല്ലാം കൊടുക്കും. ഇപ്പം ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ കമ്പനിയുടെയോ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് സ്പെസിഫിക്കലി നമ്മൾ പറയുന്ന, നമുക്ക് ഈ ഡൊമൈൻസ് നമുക്ക് പറയാൻ പറ്റും. ഡൊമൈൻ വെച്ചിട്ട് നമുക്ക് പറയാം ഇത് നമ്മളുടെ പാർട്ട്ണർ കമ്പനിയാണ്, അതുപോലെ തന്നെ ഇത് നമ്മളുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ആ ഡൊമൈൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇത് രണ്ടും ഉള്ള ഡൊമൈൻ അല്ല, ഇതിന് നമ്മൾ അങ്ങനെ പാർട്ട്ണർ കമ്പനിയായിട്ട് ചൂസ് ചെയ്തിട്ടില്ലാത്തൊരു ഡൊമൈനിലുള്ള ആൾക്കാരെയാണ് ജനറലി നമ്മൾ ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ആക്സസ് കൊടുക്കുമ്പോൾ
എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു കാര്യം വരുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള യൂസേഴ്സ് ഉണ്ട്. ഒന്ന് എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്, ഗസ്റ്റ് യൂസേഴ്സും ഉണ്ട്. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നമുക്ക്, അതായത് നമ്മുടെ ടീംസിൻ്റെ അഡ്മിൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കമ്പനിയുടെ അല്ലെങ്കിൽ ഏതൊക്കെ ഡൊമൈനുമായിട്ട് നമുക്ക് ഒരു ആൾക്കാരുമായിട്ട് ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ നമുക്ക് നമ്മളുടെ ഈ ഒരു ടീംസിൻ്റെ അകത്ത് അലൗഡ് ആക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്യുമ്പം അവരെല്ലാം എക്സ്റ്റേണൽ യൂസേഴ്സ് ആകും. അതുപോലെ അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനിയുടെ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡൊമൈൻസിൻ്റെ ഇമെയിൽ ഐ ഡിയോ ഇല്ലാത്തവരെ നമ്മൾ ഗസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ജിമെയിൽ വെച്ച് ലോഗിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ജിമെയിൽ വെച്ചിട്ട് ഞാൻ ഈ ഏതെങ്കിലും ഗ്രൂപ്പിനകത്ത് എന്നെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ആഡ് ആയി കഴിയുമ്പോൾ ഞാനവിടെ ഗസ്റ്റ് എന്ന് പറഞ്ഞൊരു റോളായിരിക്കും എനിക്കവിടെ വരുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻഷൻസ് ആണ്. ആൾക്കാരുടെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ ടീമിൻ്റെ പേര് വെച്ചോ ടാഗ് വെച്ചിട്ടോ നമുക്ക് നമ്മൾ സാധാരണ മെൻഷൻ ഒക്കെ ചെയ്യാറുള്ള വാട്സപ്പിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്ന രീതിയാണിത്. പിന്നെ കോഡ്, ഈ ഒരു കോഡ് നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ ഒരു കോഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം. പിന്നെ ഫൺ സ്റ്റെപ്സ് ആണ് ഇതിൻ്റെ അകത്ത്. ഇമോജിയും അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റിക്കേഴ്സൊക്കെ ഇടുന്നതും, പിന്നെ ടാഗ്, ആർക്കൊക്കെയാണ് ടാഗ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്, ഈ ടാഗ് എന്താണെന്നുള്ള കാര്യം പറയാം. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസാണ് ഇവിടെ നമ്മൾ സെറ്റിങ്സിൽ കാണുന്നത്. ഇനി അനലറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടീം യൂസ് ചെയ്ത എന്തൊക്കെയാണ് ആൾക്കാർ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെ ആപ്പ്, മീറ്റിംഗ്സ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് അനലറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ ആപ്സ്, നമുക്ക് ടീമിൻ്റെ അകത്ത് തന്നെ മൈക്രോസോഫ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റുമായിട്ട് ഈ ഒരു ടീംസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ആപ്സ് ഉണ്ട്. ടീംസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആപ്പുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജനറലി അതൊക്കെ ബിസിനസ് ആപ്പുകളൊക്കെ ആയിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ CRM, നമുക്കൊരു CRM എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു ടീമുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കാരണം ഈ ടീം വർക്ക് ചെയ്യുന്നില്ല CRM ബേസ് ചെയ്തിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ ആ CRM നമുക്ക് ഈ പറഞ്ഞ പോലെ ടീം സപ്പോർട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ ഒന്നുകിൽ അത് ഇതിൽ തന്നെ ലിസ്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ആപ്പുകളൊക്കെ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തേർഡ് പാർട്ടി ആപ്സുകൾ, മൈക്രോസോഫ്റ്റിൻ്റെ ആപ്സുകൾ നമുക്ക് ഈ ഒരു ടീമിൻ്റെ അകത്ത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ഓഫ് യൂസേഴ്സിനെ നമുക്ക് ഒരു ടാഗായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന സെയിൽസ് കേരള എന്ന് പറഞ്ഞൊരു ടാഗ്. അപ്പോൾ ഈ ഒരു ടാഗിൻ്റെ അകത്ത് എനിക്ക് മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. അന്നേരം ഞാൻ എപ്പോഴെങ്കിലും ചാറ്റ് ചെയ്യുമ്പം ഇവരെ എല്ലാവരുടെയും പേരെടുത്ത് വിളിച്ച് അല്ലെ മെൻഷൻ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് എനിക്ക് സെയിൽസ് കേരള എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് നോട്ടിഫിക്കേഷൻ പോകുമെന്ന് വെച്ചാൽ അവരെ മെൻഷൻ ചെയ്യുന്ന രീതിയിലായിരിക്കും അത് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, @സെയിൽസ് കേരള എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്നുള്ളത് ഇവിടെ കാണിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ട് ആൾക്കാരെ നമുക്കിവിടെ ഇടാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരുടെ പേരിടേണ്ട ആവശ്യമില്ല, ആ ഒരു ടാഗ് നമ്മളങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം അവിടെ അത് കിട്ടും. അപ്പോൾ അവർക്കാണ് അത് ചോദിച്ചേക്കുന്നത്, അല്ലെ അവരെയാണ് അത് പറഞ്ഞേക്കുന്നുള്ള കാര്യം അറിയാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് ജനറലി നമ്മൾ ടീംസിന് നോക്കി കഴിഞ്ഞാൽ. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ കണ്ടോ പോസ്റ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ മെസ്സേജുകൾ അയക്കുന്നതും മീറ്റിംഗ് റിക്വസ്റ്റൊക്കെ ഇങ്ങനെ വന്ന് കിടക്കും. മെസ്സേജ് അയക്കുന്നതൊക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഇത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ ഇപ്പം നമ്മൾ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടീമാണ്, ഒരാളിപ്പം വന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പഴയ മെസ്സേജുകളൊക്കെ അവർക്ക് കാണാനും പറ്റുമേ. പിന്നെ നമുക്ക് ഫയൽസൊക്കെ ഇതിനകത്ത് ഡയറക്റ്റ്ലി ഷെയർ ചെയ്യാൻ പറ്റും. ഫയൽസ് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് തേർഡ് പാർട്ടി സർവീസുകളിൽ നിന്ന് നമുക്ക് ഫയൽസ് ഇവിടെ ഇടാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, ഇവിടെ നമുക്ക് വേർഡ്, എക്സൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കവിടെ ലിങ്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ഫയൽസ് എല്ലാം നമുക്കിവിടെ ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിക്കി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇത് ഡീഫോൾട്ടായിട്ട് വരുന്നൊരു ഓപ്ഷനാണ് വിക്കി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ആപ്പിൻ്റെ ഇവിടെ പ്ലസ് കൊടുത്താൽ നമുക്ക് ആ ആപ്പിൻ്റെ ലിസ്റ്റ് കിട്ടും ടാബായിട്ട്. അപ്പോൾ ആ ടാബായിട്ട് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
അപ്പം അത് ആഡ് ചെയ്ത് കൊടുത്താൽ അതവിടെ ലിസ്റ്റ് ആകും. ഈവൻ നമുക്ക് പവർ പോയിൻറ്റോ എക്സലോ ഒക്കെ നമുക്ക് അവിടെ ഡയറക്റ്റ്ലി ഒരു ടാബായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു സെയിൽസ് ഫണൽ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് അവിടെ ഡയറക്റ്റ്ലി ടാബായിട്ട് എക്സലായിട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫയൽ എക്സൽ ആണെങ്കിൽ ആ ഒരു ഫയൽ നമ്മൾ പോയിൻ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ടാബായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി സർവീസുകളെല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ഈ ഒരു കാണുന്നത്. ഇപ്പോൾ വിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിക്കി നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇവിടെ ജനറൽ ടാബാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിനകത്ത് ആക്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതെന്തിൻ്റെ ചാനലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസിൻ്റെ ലീഡ് എങ്ങനെ എടുക്കണം, അതിനുള്ള ഹിൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ആരൊക്കെയാണ്, അങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇടാൻ പറ്റും വിക്കി പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇതൊരു സ്റ്റാൻഡേർഡ് പ്രോസസ്സാണ് മിക്കവാറും. ഇത് ഒരു SOP പോലെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ഇൻഫർമേഷനും അതുപോലെ എല്ലാവർക്കും ഇത് കാണുകയൊക്കെ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഈ ഒരു ടീംസിൻ്റെ ഒരു UIക്കകത്തുള്ള. പിന്നുള്ള ഷെഡ്യൂൾ മീറ്റിംഗ് ആണ്. അതുപോലെ ഇവിടെ നമുക്ക് മീറ്റ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണും. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടീംസിൻ്റെ അഡ്മിൻ സെൻറ്റർ വെച്ച് ഡിസേബിൾ ചെയ്യുക, എനേബിൾ ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഷെഡ്യൂൾ മീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് നമുക്ക് നേരെ കലണ്ടറിലോട്ട് അങ്ങ് പോകും. ഇപ്പം ഞാനിപ്പോൾ ന്യൂ മീറ്റിംഗ് ആഡ് ചെയ്യുകയെന്ന് വെച്ചു. ഇവിടെ ഒരു ന്യൂ മീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ കാണിക്കും എന്താണ് ആ ടൈറ്റിൽ, പിന്നെ ആരൊക്കെയാണ് അറ്റൻഡീസ് എന്നൊക്കെയുള്ള കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ആഡ് എ ചാനൽ കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ ഒരു സെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ജനറലിൻ്റെ അകത്ത് നമുക്കൊരു മീറ്റിംഗ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ ഒരു ചാനൽ ബേസ് ചെയ്തിട്ട് നമുക്ക് മീറ്റിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് റിക്വസ്റ്റ് നമ്മുടെ ജനറലിൻ്റെ ആ ഒരു ടാബിൽ പോയി കിടക്കും. സോ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആഡ് അറ്റൻഡീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൾക്കാരെ അറ്റൻഡീസിൻ്റെ ഇമെയിൽ ID കൊടുക്കാം. അതുപോലെ ഓപ്ഷണൽ ആയിട്ടുള്ള ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ ഇമെയിൽ ID കൊടുക്കാം, ടൈമൊക്കെ കൊടുക്കാം. എന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് മീറ്റിംഗ് റിക്വസ്റ്റ് പോകും, അവരുടെ ഇതിൻ്റെ അകത്ത് ഇമെയിലായിട്ട് പോകും. അതേപോലെ തന്നെ അവർക്ക് ഈ ഒരു ടീംസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടേക്കുന്ന ആ ഒരു മീറ്റിംഗ് റിക്വസ്റ്റ് ഇവിടെ കാണും. അതുപോലെ വൺസ് മീറ്റിംഗ് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഒരു ജനറൽ പോസ്റ്റിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു മീറ്റിംഗ് ഓൺ ഗോയിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കും. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ടീംസിൻ്റെ ഒരു UIക്കകത്തുള്ള ഓപ്ഷൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ.